ക്വാളിറ്റിയെ പറ്റി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഫോർ യുവർ സക്സസ്. 3 പ്രധാനപ്പെട്ട കാര്യത്തിനകത്ത് നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അത് ചെയ്താൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ബുദ്ധിമുട്ടുള്ള ബിസിനസ്സും ഇത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ബിസിനസ്സായി മൈലേജ് മാർക്കറ്റിംഗ് മാറും എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷനാണ്, കാഴ്ചപ്പാടാണ്. വിഷൻ ഈസ് എ പിക്ചർ ഓഫ് ദ ഫ്യൂച്ചർ ദാറ്റ് പ്രൊഡ്യൂസസ് പാഷൻ എന്ന് പറയുക. അതായത് നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ചിത്രങ്ങളായി, നിങ്ങളുടെ വിജയം ഓരോ ചിത്രങ്ങളായി ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഏറ്റവും വലിയ ചവിട്ടുപടിയായിരിക്കും. അത് നിങ്ങളുടെ പാഷനായി മാറും, അഭിനിവേശമായി മാറും. അത് നിങ്ങൾക്ക് വെട്ടിപ്പിടിക്കണം. ആ എന്റെ നേട്ടം അല്ലെങ്കിൽ എന്റെ വരാൻ പോകുന്ന സക്സസ് അത് നേടിപ്പിടിക്കണം, ചവിട്ടിപ്പിടിക്കണം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് കാഴ്ചപ്പാടില്ലാത്തവന് ഒരിക്കലും ബിസിനസ്സിലോ അതല്ലെങ്കിൽ ജീവിതത്തിലോ വിജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് 2025 എന്ന് പറയുന്ന വർഷം ഡിസംബർ മാസം 31-ാം തീയതി ആകുമ്പോൾ ഞാൻ എന്തായി തീരും, 2026 ഡിസംബർ മാസം 31-ാം തീയതി ആകുമ്പോൾ ഞാൻ എന്തായി തീരും, അങ്ങനെ 4-5 വർഷം 2030 എന്ന് പറയുന്ന കാലഘട്ടം വരുമ്പോൾ ഞാൻ എന്തായിരിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കാണാൻ പറ്റണം. പക്ഷെ ഇത് ഒരിക്കലും ഒരു ഈസി ആയ കൺസെപ്റ്റ് അല്ല. നിങ്ങൾ എത്ര കഴിവുള്ള ആളുകളാണെങ്കിലും നിങ്ങളെ ഭാവിയെ പറ്റി നിങ്ങൾ നോക്കിക്കാണുമ്പോൾ നിങ്ങൾക്ക് അത് അത്ര എളുപ്പമായി വരില്ല. കാരണം എന്താണ്, അത് കാണാൻ പോകുന്ന കാര്യമാണ്. അത് നമുക്ക് എന്താ പറയാ, അതൊരു മുൻവിധിയോടുകൂടി നോക്കിക്കാണേണ്ടതാണ്. ഒരിക്കലും നമുക്ക് കണ്ടു ബോധ്യപ്പെടാൻ പറ്റുന്നതല്ല. ഒരുപക്ഷെ ഇന്നലെ വരെ കഴിഞ്ഞ കാര്യങ്ങൾ, അതായത് ഭൂതകാലങ്ങളിൽ നമുക്കൊക്കെ, പാസ്റ്റ് കാലങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമായി, ഇപ്പം നിങ്ങൾ ഇത്രയും കാലത്ത് നിങ്ങളുടെ ഒരു ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ 30, 40, 50, 60 വയസ്സുള്ള ആൾക്കാർ ഇന്നത്തെ മീറ്റിംഗിൽ ഇരിക്കുന്നുണ്ട്. ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറുപ്പകാലങ്ങളിലുള്ള ഒരു 10, 20, 30 കൊല്ലക്കാലം മുന്നേ ഉള്ള നിങ്ങളുടെ വയസ്സിനനുസരിച്ച് 4-5 കൊല്ലൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ചെറിയ അംഗനവാടിയിലുള്ള കാര്യങ്ങൾ ചെറുപ്പകാലത്ത് ഓർമ്മ ഉണ്ടാകുന്ന നിർബന്ധമില്ല. പക്ഷെ അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ പിക്ചറായി. ഒരുപക്ഷെ നിങ്ങളുടെ കല്യാണം, നിങ്ങൾ കുട്ടികൾ ജനിച്ചത്, നിങ്ങളെ പിന്നെ ആ പറയുന്ന ഏത് ഹോസ്പിറ്റലായിരുന്നു, കുട്ടികളുടെ ബർത്ത്ഡേ എന്നായിരുന്നു എന്നുള്ള ഏറ്റവും ഒരു കാര്യം. ഒരുപക്ഷെ നിങ്ങളുടെ കല്യാണം എവിടെ വെച്ച് നടന്നു, കല്യാണത്തിന് ആരൊക്കെ വന്നു എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ഏതൊക്കെ സമയത്ത് ആഘോഷിച്ചു, ഇങ്ങനെയുള്ള നല്ലതും മോശവുമായ എല്ലാ മുഹൂർത്തങ്ങളും നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇത് എവിടെയാണ് പതിച്ചു വെച്ചത്? മനുഷ്യന്മാർക്ക് 2 മനസ്സുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും, 2 സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഉപബോധ മനസ്സാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഉപബോധ മനസ്സാണ്. അപ്പൊ എല്ലാ ചിത്രങ്ങളും പിക്ചറുകളായി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു വെച്ചത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. അത് നിങ്ങളുടെ അനുഭവങ്ങളാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, നിങ്ങളുടെ ഫീലിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, കേൾവി, അതല്ലെങ്കിൽ രുചി, മണം എന്ന് പറയുന്ന പോലെയുള്ള എല്ലാ അനുഭവങ്ങൾ, ഫീലിങ്സ്, വികാരങ്ങൾ, ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അനുഭവങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, ഈ പിക്ചറുകൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞകാല അനുഭവങ്ങളല്ല, ഇനി വരാൻ പോകുന്നതായ പിക്ചറുകളാണ് വേണ്ടത്. ഒരു 2025 ഡിസംബർ 31-ാം തീയതി ഞാൻ എന്താവും, എന്റെ മാറ്റം എന്തായിരിക്കും, എനിക്ക് ഒരു ബൈക്ക് വാങ്ങാൻ പറ്റുമോ, ഒരു കാറ് വാങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്റെ സ്ഥിര വരുമാനം ഒരു 20,000 രൂപ, 30,000 രൂപ, 50,000 രൂപ, 1 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് അച്ചീവർ ആയിട്ട് എനിക്ക് മാറാൻ പറ്റുമോ, എത്രമാത്രം വാല്യൂ എനിക്ക് ഉണ്ടാവും, എത്രമാത്രം ആളുകളുടെ ടീമെ ഞാൻ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്റെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ ജില്ലകളിലായിരിക്കും എന്റെ ടീം ഉണ്ടാവും, ഇതൊക്കെ നോക്കി കാണാൻ പറ്റണം. അങ്ങനെ നോക്കിക്കാണാൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ അകത്ത്, പ്രത്യേകിച്ച് മൈലേജ് മാർക്കറ്റിന്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ്, നിങ്ങളെ മുന്നിലുള്ള ആളുകൾ, നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ TC ആണെങ്കിൽ ഇപ്പൊ അനിൽകുമാർ NTC ആണ്. അപ്പൊ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിനെ നോക്കിയാൽ തീർച്ചയായും, അല്ലെങ്കിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിനെ നിങ്ങൾ നോക്കിയാൽ RTC കിട്ടും. അനിൽകുമാർ എന്ന വ്യക്തിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് NTC കിട്ടും. പ്രതീക്ഷ എന്ന വ്യക്തിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ RTC സീലിംഗ് അച്ചീവർ കിട്ടും. എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ITC കിട്ടും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് നിങ്ങൾ സംശയത്തോടു കൂടി നോക്കിക്കാണുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അത് എക്സ്പീരിയൻസ് മാത്രമാണ്, അനുഭവങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ഭാവിയെ പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം എന്താണ്, നിങ്ങൾ ITC ആവുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. ഇപ്പൊ ഒരു മന്ത്ലി ഇൻകം നിങ്ങൾക്ക് അറിയാം, ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപ ആവറേജ് ഇൻകം ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ITC ആവുന്നതോടുകൂടി നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഭാവി ഉണ്ട് എന്നുള്ളത് ലോകത്ത് അറിയുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു സംശയമില്ലാത്ത ഏക വ്യക്തി ഞാനായിരിക്കും, ITC ലെവൽ ഞാൻ പറയുകയാണെങ്കിൽ. കാരണം എന്താണ്, അതാണ് നിങ്ങളുടെ വിഷൻ.
നിങ്ങൾ എന്തായി തീരും എന്ന് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ നിങ്ങൾ വെറുതെ ഇരുന്നാൽ ഒന്നും ആവില്ല. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ പറയുന്നതായ പ്രോഗ്രാമുകളായിരിക്കാം, സെമിനാറുകളായിരിക്കാം, ട്രെയിനിങ്ങുകളായിരിക്കാം, അതല്ലെങ്കിൽ ഡേ ടു ഡേ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം, വീക്ക് ആഫ്റ്റർ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം, മന്ത് ആഫ്റ്റർ മന്ത് ചെയ്യേണ്ടതായ കാര്യങ്ങളായി അത് ചെയ്ത് നിങ്ങൾ ഓരോരോ ഘട്ടത്തിലും വളരുമ്പോഴാണ് നിങ്ങളുടെ ഭാവി എത്ര വേഗത്തിൽ നടക്കും, എത്ര വേഗത്തിൽ അച്ചീവ് ആവും നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് വിഷൻ ഇല്ലാത്ത, കാഴ്ചപ്പാടില്ലാത്ത ആളുകൾ മൈലേഷ് മാർക്കറ്റിൽ പരാജയപ്പെടും. വിഷൻ ഉള്ള കാഴ്ചപ്പാടുകൾ, അതായത് സംശയമില്ലാതെ എന്റെ ഭാവി സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് ആ ഗുണോട് കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് സംശയങ്ങൾ ദൂരീകരിക്കുക? എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവായ ചിന്തകൾ നമ്മൾ എടുത്ത് ഒഴിവാക്കുക? എങ്ങനെയാണ് നമുക്ക് ലൈഫിൽ ഈ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടുക? ട്രെയിനിങ് ട്രെയിനിങ് ട്രെയിനിങ്, മീറ്റിംഗ് മീറ്റിംഗ് മീറ്റിംഗ്, പ്രോഗ്രാം 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 പ്രോഗ്രാം, ഇതല്ലാണ്ട് വേറെ ഒരു മാർഗമില്ല. ക്ലിയർ ആയി? അതുകൊണ്ട് കാണുന്ന കാര്യങ്ങൾക്ക് വിശ്വാസം കൂടും, കേൾക്കുന്ന കാര്യങ്ങൾക്ക് വിശ്വാസത കുറയും. അതുകൊണ്ട് എന്താണ് നമ്മളിപ്പോ നടക്കാൻ പോകുന്ന ഡൊമിനേറ്റ് പ്രോഗ്രാം? നിങ്ങളെ പുറത്തിരുത്തി കേൾപ്പിക്കലാണോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരലാണോ? അതുകൊണ്ട് ഡൊമിനേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് എത്രമാത്രം വിശ്വാസം ഉണ്ടാവും, എത്രമാത്രം വിഷൻ നിങ്ങൾക്ക് കിട്ടും, എത്രമാത്രം നിങ്ങൾക്ക് ഈ പറയുന്ന ബിസിനസ്സിനകത്ത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കുന്നു കാണാൻ പറ്റും. എത്ര ആളുകളെ സ്റ്റേജിന്റെ മുകളിൽ കയറി അച്ചീവ്മെന്റ് ഉണ്ടാക്കും, എത്ര ആളുകളുടെ റാങ്ക് മെച്ചപ്പെടുത്തും, എത്ര ആളുകൾ വലിയ വരുമാനത്തിലേക്ക് പോകും, എത്ര ആളുകൾ ലാപ്ടോപ്പ് അച്ചീവറായും അല്ലെങ്കിൽ സീലിംഗ് അച്ചീവറായും ലാപ്ടോപ്പ് ഈ സൈറ്റൊക്കെ മാറും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങൾ മീറ്റിങ്ങിലോ ട്രെയിനിങ്ങിലോ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിരന്തരമായി നിങ്ങളുമായിട്ട് സഹകരിച്ചു പോയ ആളുകളുടെ മാറ്റം കാണുന്ന സമയത്ത് അതല്ലേ നിങ്ങൾക്ക്, അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഒരു പ്രേരണ വരുന്നത്? അതുകൊണ്ട് ഡൊമിനേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം സാധാരണ പ്രോഗ്രാം ആണോ, അല്ലെങ്കിൽ ലൈഫ് മാറ്റുന്ന പ്രോഗ്രാം ആണോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യമില്ല കാര്യമാണോ, പ്രാധാന്യമില്ലാത്ത കാര്യമാണോ? ഇത് അനിൽകുമാർ സാറിന്റെ പ്രോഗ്രാം ആണോ, നിങ്ങളുടെ പ്രോഗ്രാം ആണോ? നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോഗ്രാമാണ്. അനിൽകുമാർ സാറിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്, അനിൽകുമാർ സാറിന്റെ പ്രോഗ്രാമാണ്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണോ ഇതിനെ നോക്കിക്കാണുന്നത് അതായിരിക്കും നിങ്ങളുടെ ഭാവി എന്നുള്ളത് യാതൊരുവിധ തർക്കവും ഇല്ല. കാരണം എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും, വിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. വിഷൻ ഉണ്ടാക്കുന്നത് മെഗാ പ്രോഗ്രാമിലൂടെയാണ് എളുപ്പമുള്ള വഴി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോഴാണ് കാഴ്ചപ്പാട് ഉണ്ടാവുക. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ ലീഡർഷിപ്പ്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ബ്രോൺസ് റാങ്കുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ബ്രോൺസ് റാങ്ക് നിങ്ങളുടെ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 ആളുകളുടെ ലീഡറാണ് നിങ്ങൾ. അപ്പൊ ബ്രൗൺസ് എന്ന് പറയുന്നത് വലിയ ലീഡർഷിപ്പ് അല്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റിലും രണ്ടാൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലീഡർ നിങ്ങളാണ്. ക്ലിയർ ആയി? അല്ലാണ്ട് നിങ്ങളിപ്പോ രഞ്ജിത് സാറിനെ പറ്റിയോ, അല്ലെങ്കിൽ പ്രതീഷ് സാറിനെയോ അതല്ലെങ്കിൽ ഈ അനിൽകുമാർ സാറിനെയോ ഒന്നും നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ലീഡറായിട്ട് വിലയിരുത്തണ്ട. നിങ്ങളൊരു ലീഡറാണ്. നിങ്ങളെ വിശ്വസിച്ച് രണ്ടുപേര് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ലീഡറാണ് നിങ്ങൾ. ആ ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പൊ ലീഡർഷിപ്പ് ഈസ് എൻ ആക്ഷൻ, നോട്ട് എ പൊസിഷൻ. അതുകൊണ്ട് ഏത് ലീഡർഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്നോ ആ ലീഡർഷിപ്പിന് യാതൊരു പ്രാധാന്യമില്ല. അത് ബ്രോൺസ് ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ, സ്റ്റാർ ആയിക്കോട്ടെ, റൂബി ആയിക്കോട്ടെ, കോർഡിനേറ്റർ ആയിക്കോട്ടെ, TC, ATC, DTC, ZTC, STC, RTC, NTC, അതൊന്നും ഒരു ലീഡർഷിപ്പേ അല്ല. നേരെ മറിച്ച് ആ ലീഡർഷിപ്പിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഈ ഡൊമിനേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ എന്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത്? ഈ ലീഡർഷിപ്പ്, ഈ പറയുന്ന ഡൊമിനേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ എത്ര ടിക്കറ്റുകൾ വാങ്ങിച്ചു, എത്ര ആളുകളെ കൊണ്ട് വാങ്ങിപ്പിച്ചു, എത്ര ആളുകൾ ഇതിന്റെ പേയ്മെന്റ് കൊടുത്തു? ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ 1000-ഓളം ആളുകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റ്മെന്റ് കൊടുത്തോന്ന് ഞാൻ അറിഞ്ഞത്. എവിടെ 1000 ആളുകളുടെ ടിക്കറ്റ്? ഒരു 32 ദിവസങ്ങളിലേ ഉള്ളൂ. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകൾ ലീഡർഷിപ്പ് ഒന്നും ചെയ്യുന്നില്ല. ആ ചിന്തകൾ മാറിയാലേ ഈ ബിസിനസിന്റെ അകത്ത് നിങ്ങൾക്ക് ഗ്രോത്ത് ഉള്ളൂ. നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ ഉപയോഗിക്കണം. ഈ പ്രോഗ്രാമിന്റെ എൻട്രി ഫീസ് എത്രയാണ്? 350 രൂപയാണെന്ന് തോന്നുന്നു എൻട്രി ഫീസ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ മൊത്തത്തിൽ ചെലവ് വരുന്ന ആ പറയുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ ബുദ്ധിമാനാണ്. ക്ലിയർ ആയോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ മുതലാക്കൽ ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. കാശ് കളയാതെ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആളാണ് നിങ്ങൾ. കാരണം എന്താണ്? നിങ്ങൾ ആകെ 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ കൊടുക്കണ്ട, പകരം 350 രൂപ കൊടുത്താൽ മതി. ക്ലിയർ ആയോ? 10ാം ക്ലാസ്സും കുസ്തിയുള്ളവന് IAS കിട്ടുന്ന പോലെ അത്. ക്ലിയർ ആയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്വാളിറ്റി അല്ല, നമ്മൾ ബുദ്ധിപരമായ നീക്കമാണ്. ആ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഈ പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കണം. നിങ്ങൾ എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾ കയറ്റിക്കോ. നിങ്ങൾക്ക് 10 പേരെ വേണോ, 20 പേരെ വേണോ, 30 പേരെ വേണോ, 40 പേരെ വേണോ, പക്ഷെ ടിക്കറ്റ് നേരത്തെ വാങ്ങി അതിന്റെ കൺഫർമേഷൻ ഉറപ്പ് വരുത്തണം. അത് നിങ്ങൾ ഒരു വിട്ടുവീഴ്ച ചെയ്യും. അതാണ് നിങ്ങളുടെ ലീഡർഷിപ്പ്. ഇപ്പൊ ഈ ഡൊമിനേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ എന്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, നിങ്ങൾ എത്ര ആളുകൾ കയറ്റുന്നു,
നിങ്ങൾ അതിന് ഏതൊക്കെ റാങ്കിനകത്ത് റെക്കഗ്നൈസേഷൻ വാങ്ങി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ഇടപെടൽ നടത്തുന്നു, ശ്രദ്ധ കൊടുക്കുന്നു, അത് മാത്രം ചിന്തിക്കുന്നു, അത് മാത്രം പ്രവർത്തിക്കുന്നു, അതാണ് നിങ്ങൾ ലീഡർഷിപ്പ്. അത് ഏത് റാങ്കിൽ നിന്നാണ് ആൾക്കാർ ചെയ്യുന്നത് അവർക്ക് ലീഡർഷിപ്പ് ഉണ്ട്. അതല്ലാതെ ഈ ഡൊമിനേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമായിട്ട് സഹകരിക്കാത്ത, പേയ്മെന്റ് കൊടുക്കാത്ത, ടീമിനെ പങ്കെടുപ്പിക്കാത്ത ആൾക്കാർക്ക് അത് ഏത് റാങ്ക് ആയാലും ആ ലീഡർഷിപ്പായിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വരരുത്, എന്നോട് പറയരുത്. ആ ലീഡറായിട്ട് അവരെ കാണാൻ കഴിയില്ല. ക്ലിയർ ആയോ? അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പോകുന്ന ആളുകളാണ് ലീഡർഷിപ്പ്. അത് ഏത് റാങ്കിലാണെങ്കിലും. അതുകൊണ്ട് ലീഡർഷിപ്പ് ഈസ് ആൻ ആക്ഷൻ, നോട്ട് എ പൊസിഷൻ. അതാണ് രണ്ടാമത്തെ ക്വാളിറ്റി. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ടീം വർക്കാണ്. എന്താ ടീം വർക്ക്? ടീം വർക്ക് എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. നമ്മളെ കൂടെയുള്ള ആളുകളെ വളർത്തുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ അച്ചീവർ ആക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ ഇപ്പൊ ഈ പറയുന്ന കാര്യത്തിനകത്ത് വിഷൻ ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ആയിക്കോട്ടെ, ടീം ആയിക്കോട്ടെ, ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 100% പറയും ടീം വർക്കാണ്. അതിനൊക്കെ യാതൊരു സംശയവുമില്ല. കാരണം എന്താണ്, നമ്മൾ അത് ഫീൽഡിലാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമ്മളെ പ്രവൃത്തിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കുറച്ച് ക്ഷമയൊക്കെ നമ്മൾ അതിനകത്ത് കാണിക്കേണ്ടി വരും. നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറേണ്ടി വരും. അത് ഉറപ്പാണ്, തർക്കമൊന്നുമില്ല. ഞാൻ അക്കാര്യത്തിനകത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടീം വർക്ക് മേക്സ് ദ ഡ്രീം വർക്ക്. ടീം വർക്ക് മേക്സ് ദ ഡ്രീം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ടീം വർക്ക് അല്ല ചെയ്യുന്നത്, നിങ്ങൾ ഡ്രീം വർക്കാണ് ചെയ്യുന്നത്. സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ ഒരു പണിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പൊന്താത്ത ഒരു ഭാരത്തിനെ അതിനെ ഉയർത്താൻ, നിങ്ങൾക്ക് ഒരിക്കലും നടക്കാത്ത ഒരു ഭാരിച്ച സ്വപ്നത്തിനെ, നിങ്ങൾക്ക് ഒരിക്കലും നടക്കാതെ പോകുന്ന ആ സ്വപ്നത്തിനെ നടത്താനുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി അവരെ ബിൽഡ് ചെയ്യുമ്പോൾ, അവരെ രക്ഷപ്പെടുത്തുമ്പോൾ, അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അവരെ ഇതിനകത്ത് വളർത്തുമ്പോൾ നിങ്ങൾ വളരുകയും നിങ്ങളെ വലിയ വലിയ സ്വപ്നങ്ങൾ, അത് ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, വിദേശ യാത്രകളായിക്കോട്ടെ, സ്ഥിര വരുമാനമായിക്കോട്ടെ, കടന്നു പോയാലുള്ള വരുമാനം ആയിക്കോട്ടെ, നാളെ മരണപ്പെട്ടു പോലുള്ള വരുമാനം ആയിക്കോട്ടെ, അത് ഉണ്ടാക്കാനുള്ള വഴിയാണ് ടീം വർക്ക്. അത് ഉണ്ടാക്കാനുള്ള വഴിയാണ് ടീം വർക്ക്. അതുകൊണ്ട് ഇത് ആർക്കോ വേണ്ടി ചെയ്യേണ്ടതല്ല, അവനവന് വേണ്ടിയും അവനവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും അവനവന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ബിസിനസിന്റെ പേരാണ് മൈൽസ്റ്റോൺ മാർക്കറ്റ്. നിങ്ങൾ ഈ 3 കാര്യത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെയ്യും. ആ ഡൊമിനേറ്റ് എന്ന പ്രോഗ്രാമിനെ നിങ്ങൾ അങ്ങോട്ട് ഉപയോഗിക്കും. നിങ്ങൾക്ക് ഇത് ചെയ്ത ആളുകൾക്ക് എന്ത് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാലും ശൈലേഷ് ബാലൻ അവിടെ വന്നത് പരിഹരിച്ചു, അല്ലെങ്കിൽ സംശയം വേണ്ട. നിങ്ങൾ ഇത് ചെയ്യും. ക്ലിയറായോ? അതായത് വിജയിക്കാനുള്ള പണി ചെയ്യാതെ എങ്ങനെ വിജയിക്കുക? പരാജയപ്പെടുന്ന പണിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പരാജയപ്പെടും, വിജയിക്കാനുള്ള പണിയാണ് നിങ്ങൾ വിജയിക്കും. നിങ്ങൾ നാട്ടില് നെല്ലുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടാവും. നെല്ല് എങ്ങനെ ഉണ്ടാക്കുക? നെല്ലുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു വയൽ പ്രദേശമോ എന്തെങ്കിലും പാടോ പറമ്പോ എന്തെങ്കിലും ഉണ്ടാവും. ആ പറയുന്ന ആ നെൽപ്പാടം വിചാരിക്കുക. ആ നെൽപ്പാടം ആദ്യം ഉഴുത് മറയ്ക്കണം. നേരത്തെ ഉണ്ടായിരുന്ന നെല്ലുകള്, അതിന്റെ ആ പറയുന്ന കണ്ടകള് ഇതെല്ലാം എടുത്ത് ഉഴുത് മറച്ച് ആ മൺകട്ടേനൊക്കെ ഉടച്ച് അത് കറക്റ്റ് രീതിയിൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പശർമ ഉണ്ടാവുന്ന പോലെ വെള്ളം അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ചളി പോലെ ആക്കി മാറ്റാനുള്ള എല്ലാ തരീനെ അത് എടുത്ത് നന്നായിട്ട് എന്ത് ചെയ്യണം, അങ്ങോട്ട് ഉടച്ച് ക്ലിയർ ആക്കണം. അതിനകത്തേക്ക് വെള്ളം ഇടണം. ആ വെള്ളം ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, അത് വീണ്ടും ആ പശർമയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണം. എന്നിട്ട് നല്ല വെള്ളം കെട്ടി നിർത്തണം. എന്നിട്ട് അതിന്റെ അകത്തേക്ക് ആ വെള്ളം കുറച്ചൊന്ന് ഊർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് വിത്തുകൾ വിതറണം. ആ വിത്തുകൾ വിതറുന്ന സമയത്ത് നമുക്ക് വേണ്ടത് എന്താണ്? നെല്ലാണ്. പക്ഷെ ആദ്യം ഉണ്ടാകുക എന്താണ്? കളയാണ് ഉണ്ടാവുക. പുല്ലുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പുല്ലുകളെ പറിച്ചു മാറ്റണം. അത് പറിച്ചു മാറ്റുന്ന സമയത്ത് വീണ്ടും നമ്മൾ വളം ഇടുന്ന സമയത്ത് ആ വളമൊക്കെ വീണ്ടും ഇതേപോലെ തന്നെ പുല്ല് പടർന്നു വരും. അതിനെ വീണ്ടും എടുത്തു മാറ്റണം. അങ്ങനെ മെല്ലെ അത് വളർന്ന് വരുന്ന സമയത്താണ് അത് നെല്ല്, ആ പറയുന്ന പാല്, നെല്ലിന്റെ അതിനകത്ത് ഉണ്ടാവുമല്ലോ, വിത്തിന്റെ ഉള്ളിൽ പാല് വരില്ല ആദ്യം. ആ പാല് വരുന്ന സമയത്ത് ആദ്യം ആരാണ് അതിനെ അറ്റാക്ക് ചെയ്യുക? കുറെ പ്രാണികൾ, കുറെ മൈനകൾ, കുറെ പ്രാവുകൾ, കുറെ ഈ പറയുന്നത് കിളികൾ, ഇതൊക്കെ വന്നിട്ട് അത് ഊറ്റി കുടിക്കും. കാരണം അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണമാണ്, ഏറ്റവും നല്ല ന്യൂട്രീഷനാണ്, അവർക്ക് അർഹതപ്പെട്ടതാണ് അവരുടെ വിചാരം. പക്ഷെ ഉണ്ടാക്കുന്നത് നമ്മളാണ്. അതിനെയും തുരത്താനുള്ള മാർഗങ്ങൾ ചെയ്യണം. പിന്നെ അതിനെ ചാഴികളെ കൊണ്ടുപോകാതിരിക്കാനുള്ള അതിന്റെ വളവും അതേപോലെ തന്നെ ഫെർട്ടിലൈസറും അതിന്റെ ഈ കീടങ്ങളെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇടണം. അങ്ങനെ ഘട്ടമായി വളർന്ന് നെല്ലായി. ആ നെല്ലായ സമയത്ത് നെല്ലും പതിരും അത് വേർതിരിച്ചിരിക്കണം. അങ്ങനെ നിങ്ങൾ ഒരുപക്ഷെ 1 ഏക്കർ സ്ഥലത്ത് നിങ്ങൾ ഈ നെല്ലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് മാക്സിമം പോയാൽ 3-4 ചാക്കായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക? ഈ നെല്ല് കിട്ടുക. ഇനി കറ്റയൊക്കെ വെച്ച് പോക്കണം. അങ്ങനെ ആ നെല്ലായി മാറി. അപ്പൊ ഏതാണ്ട് ഒരു 10-15ഓളം പ്രോസസ്സിങ് സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് നെല്ല് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന പതിര ഉണ്ടാക്കണ്ടെങ്കിലോ, നിങ്ങൾ ആദ്യം ഈ പറയുന്ന ഈ പാടം നന്നായിട്ട് ഉഴുതു മറിക്കുക.
എന്നിട്ട് അതിനകത്ത് കട്ടയുടയ്ക്കുക, അല്ലെങ്കിൽ വെള്ളം കയറ്റി വിടുക, ചാണകപ്പൊടി വിടുക, അതിനുശേഷം വിത്ത് വതയ്ക്കുക, പിന്നെ അങ്ങോട്ട് പോകേണ്ടെന്നാ മതി. അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പുല്ലും കിട്ടും, ഇഷ്ടം പോലെ പതിരും കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ എന്തിനാണ് മൈലേജ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. പതിരുണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾ ഇതേപോലേക്ക് പോയാൽ മതി. നെല്ലുണ്ടാക്കാനാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ കുറച്ച് കഷ്ടപ്പാടൊക്കെ അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഈ 3 കാര്യത്തിനകത്ത് വിട്ടുവീഴ്ചയില്ലാതെ ഡൊമേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് ഏറ്റവും ഭംഗി ഉപയോഗിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണം. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമുക്ക് കിട്ടണം. അതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്താൽ നല്ല പ്രവൃത്തി, നല്ല റിസൾട്ട് കിട്ടും എന്ന് വിചാരിച്ചിരിക്കാനും പാടില്ല. അത് വെരി വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഈ 3 ഫാക്ടർ ഒരിക്കലും മറന്നു പോകാതിരിക്കുക. ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ലീഡർമാരൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്ന പണിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്ന പണി. ഇത് 1, 2, 3 എന്ന് പറയുന്ന ഒരു 3 പാർട്ട് ഇതിന്റെ അകത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിനകത്ത് വെരി സിമ്പിളാ. നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണ്ട. അത് 1ന്റെ മുകളിൽ നിന്ന് 2ലേക്കുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലതുഭാഗത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ലൂപ്പ്. എന്താ ആക്ടിവിറ്റി ലൂപ്പ്? ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, അതായത് ക്ഷണിക്കുക. പ്രസന്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആളുകൾ പ്ലാൻ കൊടുക്കുക. പ്രസന്റേഷൻ കൊടുക്കാനുള്ള 3 മാർഗമുണ്ട്. 1 1 to 1 ആണ്, 2 ഹോം മീറ്റിംഗ് ആണ്, 3 ഏരിയ ബേസ് GTS ആണ്, 4മത്തത് ഫോളോ അപ്പ്. ഇവരെ വീണ്ടും പോയിട്ട് ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെയിൽ ക്ലോസിങ്, അവരുടെ സെയിൽ ക്ലോസ് ചെയ്യുക, അവരെ കൊണ്ട് പ്രൊഡക്റ്റ് സ്റ്റോക്ക് എടുപ്പിക്കുക. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതേപോലെ തന്നെ ആക്ടിവിറ്റി ലൂപ്പിലേക്ക് അവരെ ആ പറഞ്ഞ് ജോയിൻ ചെയ്ത ആൾക്കാരെ ഇറക്കി കൊണ്ടുവരിക. അങ്ങനെ ഇറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒന്നുകിൽ കസ്റ്റമർ ആയിട്ട് ആളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും, അതല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടും. ക്ലിയർ ആയോ? അപ്പൊ ഈ കസ്റ്റമറെയും ഡിസ്ട്രിബ്യൂട്ടറെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ടീം വർക്കിന്റെ ഭാഗമായി മാറ്റണ്ടേ? ടീം വർക്ക് എന്ന് പറയുന്നത് ടീം വർക്കായിട്ട് മാറിയില്ലേ? അപ്പൊ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്? അവരെ ട്രെയിൻ ചെയ്യിക്കണ്ടേ? അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണ്ടേ? അവർക്ക് വിശ്വാസം ഉണ്ടായി കൊടുക്കണ്ടേ? അപ്പൊ നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് ബിസിനസ് പറഞ്ഞ ആൾക്കാർ നിങ്ങളെ കൊടീശ്വരനാക്കും, ലക്ഷാധിപതിയാക്കും, നിങ്ങൾ കാറ് വാങ്ങിത്തരും നിങ്ങൾ വിശ്വസിക്കുന്നോ? ഉണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധി നിങ്ങളാണ്. ക്ലിയർ ആയോ? നിങ്ങളുള്ള വിശ്വാസം പോരാ. ആ വിശ്വാസം പ്രധാനപ്പെട്ട ടോപ്പ് ലെവൽ ലീഡേഴ്സിലേക്കും അതിന്റെ ഭാഗമായിട്ടുള്ള അച്ചീവറായ പല ആളുകളിലേക്കും അതേപോലെ തന്നെ കമ്പനി മാനേജ്മെന്റിലേക്ക് എന്ത് ചെയ്യും? നിങ്ങൾ ഈ പറയുന്ന വിശ്വാസത്തെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അവർക്ക് ഉണ്ടായി കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ പറയുന്ന വ്യക്തിയിലൂടെ വലിയൊരു മാറ്റം, പക്ഷെ നിങ്ങളെക്കാട്ടും വലിയ ലീഡറായിട്ട് അവർ മാറുന്നത്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം? പ്രോഡക്റ്റ് ട്രെയിനിങ്, FSS, 2 മുതൽ 3 വരെയുള്ള പാർട്ടാ പറയുന്നത്. പ്രോഡക്റ്റ് ട്രെയിനിങ്, FSS, DTP, 1 ഡേ അഡ്വാൻസ് ട്രെയിനിങ്, 2 ഡേ RTPകൾ, കട്ടിംഗ് എഡ്ജ് പോലുള്ള പ്രോഗ്രാമുകൾ, സ്കിൽ ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പുകൾ, അല്ലെങ്കിൽ 3 ഡേ LTP പോലുള്ള പ്രോഗ്രാം. അതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പറയുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പങ്കെടുപ്പിച്ചിട്ടാണ് അടുത്ത ലെവലിലായ 3 മുതൽ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി മീറ്റ്, സെലിബ്രേഷൻ പ്രോഗ്രാമുകൾ, മെഗാ കൺവെൻഷൻ, ഫാമിലി ടൂറുകൾ, ലാപ്ടോപ്പ്, ബൈക്ക്, കാർ സെലിബ്രേഷൻ. ഇതാണ് ഇതിന്റെ ആംഗിൾ. അപ്പൊ 1 മുതൽ 2ലേക്ക്, 2 മുതൽ 3ലേക്കും, 3 മുതൽ ആ പറയുന്ന ലാസ്റ്റ് കോണായ തുടങ്ങിയത് എവിടെയാണോ അവിടെ അവസാനിപ്പിക്കുന്ന കൂട്ടി യോജിപ്പിക്കുന്ന സാധനം വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് വരും, നല്ല പാസീവ് ഇൻകം വരും. ക്ലിയർ ആയോ? ഇതാണ് ഇതിന്റെ ട്രയാങ്കിൾ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. അതായത് ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡൊമിനേറ്റ് പ്രോഗ്രാം ഏത് ആംഗിളിലാണ് വരുന്നത്? 1 മുതൽ 2ലാണോ, 2 മുതൽ 3ലാണോ, 3 മുതൽ ലാസ്റ്റ് ഫൈനലായ ഇടതു ഭാഗത്തുള്ള ഫൈനൽ സ്റ്റെപ്പിലാണോ? അവിടെയല്ലേ ഡൊമിനേറ്റ് വരുന്നത്? അവിടെ ഡൊമിനേറ്റ് വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഒരു സംശയം വേണ്ട. ഒരു പക്ഷേ 3 കൊല്ലം കൊണ്ടോ 4 കൊല്ലം കൊണ്ടോ 5 കൊല്ലം കൊണ്ടോ നടക്കേണ്ടതായ കാര്യം നിങ്ങൾക്ക് ഇപ്പൊ 2 മാസം കൊണ്ട് നടക്കാൻ വേണ്ടി പോവുക. അങ്ങനെ നടക്കുന്ന കാര്യം എന്താണ്? അതിന്റെ ഗുണം എന്താണ്? അതായത് 1 മുതൽ 2 വരെയുള്ള ആക്ടിവിറ്റി ലൂപ്പ് എന്ത് ചെയ്യും? സ്പീഡാവും. 2 മുതൽ 3 വരെയുള്ള പ്രധാനപ്പെട്ട ട്രെയിനിങ്ങുകൾ സ്പീഡാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനൊക്കെ വളരെ ട്രസ്റ്റഡ് ആയിട്ട് അവരെ വളർത്തിയെടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? അതുകൊണ്ട് എന്താ ഗുണം? ഒറ്റ ഗുണമേ ഉള്ളൂ. 2 കൊല്ലക്കാലം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രോത്ത് റേറ്റ് 2 മാസം കൊണ്ട് ഉണ്ടാക്കാം. അതാണ് അതിന്റെ ഗുണം. ക്ലിയർ ആയോ? അതുകൊണ്ട് ഈ ഡൊമിനേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ പറയുന്നത് ആരെയും തലയും മുറുക്കി ഇറങ്ങണം. പ്രോഗ്രാമുകൾ, ഇവന്റുകളെ ഉപയോഗിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ മികച്ച നേട്ടം ഉണ്ടാകും. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് കളിക്കേണ്ട കളിയാണ് മൈലേജ് മാർക്കറ്റിംഗ്. ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ച് ഉപയോഗിക്കേണ്ട പ്രോഗ്രാമിന്റെ പേരാണ് ഡൊമിനേറ്റ് പ്രോഗ്രാം. അതുകൊണ്ട് ആർക്കോ വേണ്ടി എന്തോ വേണ്ടി ചെയ്യേണ്ട ഒരു ലീഡർ നിർബന്ധിക്കേണ്ട. പേയ്മെന്റ് കൊടുക്കാനോ അതല്ലെങ്കിൽ ഈ പറയുന്ന ടിക്കറ്റ് എടുക്കുന്ന പറഞ്ഞ് നിങ്ങൾ അൽകുമാർ സാറിനെ കൊണ്ടോ ലജ്ജി സാറെ കൊണ്ടോ പൈസ കൊണ്ടോ വിളിപ്പിക്കേണ്ട കാര്യമില്ല. അതൊക്കെ മനസ്സറിഞ്ഞ് നിങ്ങളെ ബിസിനസിന്റെ ഭാഗമാണ്, എന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഭാഗമാണ്, അതിനകത്ത് എനിക്ക് ടിക്കറ്റ് നഷ്ടപ്പെടാതെ പോകരുത്, കിട്ടാതെ പോകരുത് എന്നുള്ള തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, ഒരു 350 രൂപ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവിതത്തിനകത്ത് എന്തെങ്കിലും തിരിച്ചടി വരുമ്പോഴേക്കും? നിങ്ങളൊക്കെ മാസാമാസം റീചാർജ് ചെയ്യുന്ന മൊബൈൽ റീചാർജ് ചെയ്യുന്ന പൈസ ഇല്ലാലോ ഈ 350 രൂപ. ക്ലിയർ ആയോ? അപ്പൊ എന്തിനു പിടിച്ചു വെച്ചാണ്?
അപ്പൊ അനാവശ്യമായ രീതിയിൽ ഈ ബിസിനസിനെ പറ്റി മനസ്സിലാവാത്ത, ഇത് എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത് തിരിച്ചറിയാത്ത ആളുകളാണ് ഇതിനോട് സഹകരിക്കാതെ പോകുന്നത്. അതിൽ നിങ്ങളായി മാറരുത്. നിങ്ങളുടെ ടീമിന്റെ ആളുകൾക്ക് ഇതിനെപ്പറ്റി കാര്യങ്ങളൊന്നും കാര്യമായി മനസ്സിലായിട്ടുണ്ടാവില്ല, സാറിനോ. പക്ഷെ അവരൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണ്ടേ? പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ വിഡിത്തെന്ന് പറഞ്ഞുതരാം. ടീം ഉണ്ടെങ്കിൽ ഞാനുണ്ട് സാറേ. സാറേ ടീം ഉണ്ടെങ്കിൽ ഞാനുണ്ട്. ഞാൻ ഇപ്പോ സൂം മീറ്റിംഗ് ആയി പോയി, ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വേറൊരു വാക്ക് പറയാനുണ്ട്. ഇവരെ ഓടിച്ചിട്ട് തല്ലണം. ഇവരെ ഓടിച്ചിട്ട് തല്ലണം. നിങ്ങളെക്കാട്ട് ബുദ്ധിമാന്മാരാണ് നിങ്ങളുടെ ടീമിൽ. നിങ്ങൾ ഈ ഉടായ്പ കാണിച്ചാൽ ഓൻ ചിന്തിക്കുന്നതാണ്, ഓന്റെ താഴെ വന്നാലല്ലേ ഞാൻ വരും ചിന്തിക്കരുത്. നേരെ മറിച്ചിട്ട് അവനോട് വരണം എന്ന് പറയേണ്ടത് ഉത്തരവാദിത്ത ആർക്കാ? നിങ്ങൾക്കല്ലേ. അപ്പൊ ഐ ആം റെഡി എന്ന് പറയുന്ന ഒരു പോസ്റ്റർ മേക്കർ, ഞാൻ പൈസ കൊടുത്തു, ഐ ആം റെഡി, ഞാൻ റെഡി, നീ റെഡിയാണോ എന്ന് ചോദിക്കണ്ടേ? അതല്ലേ ലീഡർഷിപ്പ്. അല്ലാണ്ട് താഴെ വരുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്ന കല്യാണത്തിന് പോവുക, ലൂസിഫർ സിനിമ കാണാൻ പോവുക. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തൊക്കെ വെഡിത്തങ്ങളാണ് ആളുകൾ ചെയ്തു വെക്കാന്ന് അറിയാം. ക്ലിയർ ആയോ? അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരാളായി നിങ്ങൾ മാറരുത്. നിങ്ങളെ ഭാവിക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ഐ ആം റെഡി, ആർ യു റെഡി എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ റെഡി, നിങ്ങൾ റെഡിയാണെന്ന് ചോദിക്കണം. അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ആ 350 രൂപ അങ്ങോട്ട് പറപ്പിക്കുക. നിങ്ങൾ ആരും അനിൽകുമാർ സാറിന്റെ വീണ്ടും പൈസ കൊണ്ട് കൊടുക്കണ്ടല്ലോ. ക്ലിയർ ആയോ? അത് പണ്ടാണെങ്കിൽ ബാങ്കിൽ നിന്നാണ് പൈസ എടുത്ത് കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ ബാങ്ക് പോകണ്ട, ക്യൂ നിൽക്കണ്ട, പൈസ നിങ്ങൾ വാരസിന് മുക്കിലും പോകണ്ട. പകരം എന്ത് ചെയ്താൽ മതി? ഒരു ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ആ നമ്പർ വെച്ചൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പൈസ പറഞ്ഞിട്ട് മൂപ്പരെ വീട്ടിലെത്തിക്കോളൂ. അത്ര എളുപ്പത്തിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് വേണ്ടത് പൈസയല്ല, വേണ്ടത് മനസ്സാണ്. മനസ്സുണ്ടെങ്കിൽ പൈസ വന്നോളൂ. ആ അനാവശ്യമായ ഒരു മൈൻഡ് ബ്ലോക്ക് ആണ് നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിലും ആ പറയുന്ന എന്റെ ടിക്കറ്റ് കൺഫർമേഷൻ ഉറപ്പ് വരുന്നതിലും നിങ്ങൾക്കുള്ളത്. ആ മൈൻഡ് ബ്ലോക്ക് ഇന്നോടുകൂടി മാറണം. അതിബുദ്ധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ, ഒരിക്കൽ ലാഭം ഉണ്ടാവില്ല. ഇതൊരു ബിസിനസ് ആണ്, ഇതൊരു ചാരിറ്റി പ്രവർത്തനമല്ല. അവനവന്റെ ബിസിനസ് ആണ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എല്ലാം തിയറി വെച്ചാ പറയുന്നത്, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടാണ് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ചിന്തയും എന്റെ ചിന്തയും എന്റെ ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ ചിന്തയ്ക്കുള്ള പ്രതിഫലമാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത്, എന്റെ ചിന്തയ്ക്കുള്ള പ്രതിഫലമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ പ്രതിഫലത്തിൽ കൂടുതൽ നിങ്ങളെക്കാളും കൂടുതൽ എനിക്കാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കാര്യത്തിൽ ശരി. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാക്കുക. ആർ യു റെഡി? ഓക്കെ. അപ്പൊ ഇൻസ്പയർ ടു ഡൊമിനേറ്റ് ആരൊക്കെയാണ് ഇവിടെ വരുന്നത്? നിങ്ങളെ കാഴ്ചപ്പാട് മാറ്റാൻ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് തരാൻ, നിങ്ങളുടെ വിഷൻ ഇതാണ് എന്ന് പരിപൂർണമായി നിങ്ങൾ വിശ്വസിപ്പിക്കാൻ ആരാണ് വരുന്നത്? ഒന്ന് അനീഷ് ബാബു, ഡയമണ്ട് എക്സിക്യൂട്ടീവ്. അദ്ദേഹത്തിന്റെ മാസ വരുമാനം എത്ര? 40 ലക്ഷം രൂപ മാസ വരുമാനം. 35 ലക്ഷം രൂപ കടബാധ്യതയുള്ള വ്യക്തി, ഒരു ഫിനിഷ് പക്ഷിയെ പോലെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിച്ച് ഒരു വലിയ സമ്പന്നനായി മാറിയിട്ടുണ്ടെങ്കിൽ അത് മൈലേഷ് മാർഗത്തിന്റെ കരുത്താണെങ്കിൽ ഇദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും ആ ഇടപെടലും ഒക്കെ നിങ്ങൾക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടാക്കും? ഇതിന് 350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നടക്കുമോ? ഇതിന് 350 വിലയുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് അല്ലേ? ആ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത്? എവിടെയാ ഞങ്ങളൊക്കെ പണ്ട് ആലപ്പുഴയും എറണാകുളത്തും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി നേടിയ ആ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ വിശ്വാസത്തിന് നിങ്ങളുടെ പഞ്ചായത്തിൽ വന്നതാണോ? ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം നിങ്ങളുടെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ യാത്ര ചെയ്താൽ എത്താൻ പറ്റുന്ന സ്ഥലത്ത് വന്നു. ഇതിന്റെ ആ കുഴപ്പമാണോ നിങ്ങൾ ചെയ്തു പോയത്? ഇതാണ് അനിൽകുമാർ സാർ ചെയ്തു പോയത്? നിങ്ങൾ പറ. അതല്ലെങ്കിൽ അതൊരു അവസരമാണോ? അവസരമാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ ചാടി ആക്ട് ചെയ്യണ്ടേ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് 2000 രൂപ കളയാത്തതാണ് നിങ്ങളുടെ കുഴപ്പം, 350 രൂപ ആയതാണ് നിങ്ങളുടെ കുഴപ്പം. അപ്പൊ അതൊക്കെ ചിന്തിക്കുക. ക്ലിയർ ആവുന്നുണ്ട്? അതുകൊണ്ട് എന്തുകൊണ്ട് ഗുണം? കാശ് കൊണ്ട്, സമയം കൊണ്ട്, അധ്വാനം കൊണ്ട്, എല്ലാത്തിലും നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായ ഒരു സാഹചര്യം ഉണ്ടായി. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ സംതിങ് റോങ്. ദൈവത്തിനടുത്ത് കണക്ക് പറയേണ്ടി വരും. അതിൽ നിങ്ങൾക്ക് ഒരു സംശയം ഒന്നും വേണ്ട. അതുകൊണ്ട് എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും എനിക്ക് പറയാനുള്ളത്, പല പല സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിപ്പോ ടിക്കറ്റ് എടുക്കാതിരുന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഇന്ന് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. സാറേ ഞങ്ങളെങ്ങനെ ചീത്ത പറയാം, ഞങ്ങൾ റെഡിയാണല്ലോ, ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞാണല്ലോ, സ്വാമി ഒരു 2 ദിവസം ലേറ്റ് ആയി പോയതുകൊണ്ട് സാർ ഇങ്ങനെ പറയരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവർ ഇന്ന് തന്നെ ചെയ്യും. ക്ലിയർ ആയോ? കാരണം നമുക്ക് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുക്കും, എനിക്ക് അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ മാത്രം പോരാ, ഇനി നിങ്ങളിലൂടെ വരുന്ന ആളുകൾ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് പോകണം. അപ്പൊ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നമുക്ക് സമയം പാഴാക്കരുത്. നിങ്ങളുടെ കാര്യം ഇന്നോട് കൂടി തീരുമാനമാവണം. ഇനി വരാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് 1-2 ആഴ്ച ലേറ്റ് ആയാലും കുഴപ്പമില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ആ സാഹചര്യത്തിൽ പോകണമെങ്കിൽ നിങ്ങളുടെ തീരുമാനം ഉറച്ച തീരുമാനമായിരിക്കണം. അതിനനുസരിച്ച് പ്രവർത്തികൾ നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് അനീഷ് ബാബു സാർ വരുന്നുണ്ട്, IIT ലീഡർ ബെല്ലി സാർ വരുന്നുണ്ട്, അതേപോലെ ശ്രീധർ സാർ, ബിജു സാറും എല്ലാവരും ആ പറയുന്ന പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള വലിയൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവാൻ കഴിയും. അതിന് 32 ദിവസം മാത്രമേ ഇനി നമ്മൾ മുന്നിലുള്ളൂ. ഹലോ, സത്യത്തില് എനിക്ക് ഇത് കാണുമ്പോൾ 150 ടിക്കറ്റുകൾ സോൾഡ് ഔട്ട്. 150 ടിക്കറ്റുകൾ സോൾഡ് ഔട്ട്. ഞാൻ ഉറപ്പിച്ചു പറയാം.
ഉറപ്പിച്ച് പറയണം. ഹലോ, വിഷമം തോന്നരുതേ, സൂം മീറ്റിംഗ് ആണേ. നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാരെ കേൾക്കുക, നിങ്ങളെ മക്കളൊക്കെ ഭർത്താവും ഭാര്യയും കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ചീത്ത പറയുന്നവർക്ക് തൽക്കാലം ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ഇങ്ങനെ ചീത്ത പറയുന്ന സ്ഥലത്തും നിങ്ങൾ പോകേണ്ട, ചിലപ്പോൾ നിങ്ങളെ മക്കൾ പറഞ്ഞു. അതുകൊണ്ട് ചീത്ത ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ പറയാണ്, ഇതൊരു വലിയ മോശല്ലേ. 150 ടിക്കറ്റ് ഇനി വിറ്റിട്ടുള്ളൂ. 32 ദിവസം കൊണ്ട് 150 ടിക്കറ്റിന് മതിയോ? അപ്പൊ എന്താ ഇത് സംഭവിച്ചത്? ഇതിനെ കാരണക്കാരൻ നിങ്ങളല്ലേ? ഇത് ചെയ്യാൻ പാടുണ്ടോ? ജീവിതത്തിൽ രക്ഷപ്പെടും എന്ന് പറയുന്ന സ്ഥലത്തല്ലേ ഏറ്റവും മികച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? അപ്പൊ ഞാൻ ഇപ്പൊ ഒക്കെയാണ് പോകുന്നതെങ്കിൽ ഇത് അനിൽകുമാർ സാറിന്റെ മാത്രം പ്രോഗ്രാമാണ്. നിങ്ങൾ അനിൽകുമാർ സാറിന്റെ കല്യാണത്തിനാണോ വിളിച്ചത്? വീട്ടിൽ കൂടലാണോ വിളിച്ചത്? അനിരുദ്ധന്റെ കല്യാണമാണോ നിങ്ങളെ വിളിച്ചത്? അതല്ലെങ്കിൽ ജീവിതത്തിനകത്ത് ഏറ്റവും മികച്ച, നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും മികച്ച പ്രോഗ്രാമാണ് അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഇദ്ദേഹം ഇങ്ങനെ ഇറങ്ങി ഈ പറയുന്ന പ്രോഗ്രാം വേണ്ടി കോർഡിനേഷൻ നടത്തിയിട്ട് അങ്ങനെ ഒറ്റപ്പെടുന്ന രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടത്? ഇത് ശരിയാണോ? ഇതാണ് എന്റെ ചീത്ത, മാന്യമായ ചീത്ത. ഹലോ, അപ്പൊ ഇത് നിങ്ങൾ മാറ്റം വരുന്നത്. ഈ പോക്ക് ശരിയല്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് 500 ടിക്കറ്റുകൾ അങ്ങ് വിറ്റുപോകണം. 500 ടിക്കറ്റ് സോൾഡ് ഔട്ട്. 500 ടിക്കറ്റുകൾ അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പുലിക്കുട്ടികളായിട്ട് ഞാൻ നൽകി, ആരെങ്കിലും സംശയമില്ല. ഈ 500 എണ്ണം നിങ്ങൾ ഇന്നത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ വിചാരിച്ചടക്കും ഓരോ ആളുകളും 5-10 ടിക്കറ്റുകൾ അങ്ങോട്ട് വാങ്ങി വെക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ടീമിന്റെ ഭാഗമായിട്ട് ആ പറയുന്ന ആളുകൾക്ക് വേണ്ടതായ പൈസ കളക്ട് ചെയ്ത് ഇന്നോടുകൂടി രാത്രി 10 മണിയോടുകൂടി അതങ്ങ് കംപ്ലീറ്റ് ചെയ്യും. വിചാരിച്ചാണക്കും എല്ലാവർക്കും ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു 10 ആൾക്കാരുടെ ടീം ഉണ്ട്. നിങ്ങളെ വീട്ടിൽ നിന്ന് ഈ വലിയ മെഗാ പ്രോഗ്രാം അല്ലേ, മെഗാ പ്രോഗ്രാമിന് എന്തായാലും ഒരു വീട്ടിൽ നിന്ന് മിനിമം 2 പേരും കൂട്ടണ്ടേ, ഭാര്യ ഭർത്താവ്. ഒരു 18 വയസ്സ് പൂർത്തീകരിച്ച് 2 മക്കളുണ്ടെങ്കിൽ അവരെയും കൂട്ടണ്ടേ. അപ്പൊ 4 ടിക്കറ്റ് നിങ്ങളെ വീട്ടിൽ തന്നെ വേണ്ടേ? അപ്പൊ ഒരു 10 ടിക്കറ്റ് ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. 2 ഫാമിലി കൂട്ടി പിടിച്ചാൽ പോലെ 10 ടിക്കറ്റ് ആയിട്ട് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞാൻ ഉറപ്പിച്ച് പറയാ, അവിടെ ടിക്കറ്റ് കിട്ടാതെ പോകുന്ന 500 ആൾക്കാരെ പുറത്തിരിക്കും. ഇവരൊക്കെ വിചാരിക്കുന്നത് നാളെ നിങ്ങൾ മോൾ ആകാശം താഴെ ഭൂമി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. ഇതൊക്കെയാണ് ഇവരെ മുദ്രാവാക്യം. ക്ലിയറായോ? അലസന്മാരാ, മടിയന്മാരാ. ക്ലിയറായോ? ആ അലസതയും മടിയന്മാരൊക്കെ ഇവർ നോക്കിയിരിക്കുകയാണ്. ആ നോക്കിയിരിക്കുന്നവർക്ക് മനസ്സിലാവണം, ആ അലസതയും മടിയും കൊണ്ട് അവസരം നഷ്ടപ്പെട്ട് എന്ന് കാണിച്ചു കൊടുക്കണം. ക്ലിയറായോ? അങ്ങനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾ പോകണം. അപ്പൊ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് 500ഓളം ആ സോൾഡ് ഔട്ട് എന്നുള്ള പോസ്റ്റർ നിങ്ങൾ കാണിക്കാൻ, എന്നെ കാണിക്കാൻ നിങ്ങൾക്ക് മാതൃകാപരമായ രീതിയിൽ പെരുമാറണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാറുള്ളൂ. ഓക്കെ, അതിന്റെ പ്രീ കൂപ്പൺ അത് വാങ്ങിക്കുക. എന്തിനാണ് ഈ പ്രീ കൂപ്പൺ കൊടുക്കുന്നത്? കൂപ്പൺ കൊടുത്താൽ പോലെ എന്തിനാ പ്രീ കൂപ്പൺ കൊടുക്കുന്നത്? എന്താ നിങ്ങൾ അർത്ഥമാക്കിയത്? ഈ പ്രീ കൂപ്പണൊക്കെ നിങ്ങളെ കയ്യിൽ പൈസ കൊടുക്കാതെ മിക്കവാറും കിട്ടിയിട്ടുണ്ടാവില്ലേ? അനിൽകുമാർ സാറെ, പൈസ കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ പ്രീ കൂപ്പൺ കൊടുത്തിട്ടുള്ളൂ? അല്ല സാറേ, അല്ലാത്തവരും എല്ലാവരും കൊടുത്തിട്ടുണ്ട്. എല്ലാ ലീഡേഴ്സിനും പ്രീ കൂപ്പൺ കൊടുത്തിട്ടുണ്ട്, പൈസ കിട്ടാതെ. എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ ഈ അധിക സ്നേഹമാണ് ഈ പറയുന്ന കാര്യത്തിനൊക്കെ ഉണ്ടായത്. ഇതുകൊണ്ടാണ് 150 ടിക്കറ്റുമായിട്ട് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ എന്തിനാ മനുഷ്യ എങ്ങനെ ഉരുകുന്നത്? നിങ്ങൾ ഇവന്റിന്റെ രാജകുമാരെന്നൊക്കെ എന്നെ പറയുകയും ചെയ്യും. എന്നിട്ട് ഈ പറയുന്ന ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയും ചെയ്യും. നമ്മൾ MILS എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങളോടൊക്കെ ഞാൻ 10,000-20,000 വാങ്ങിയിട്ടല്ലേ നിങ്ങൾക്ക് ടിക്കറ്റ് ഞാൻ തന്നത്? ഈ സ്നേഹം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ? അല്ലാണ്ട് എന്ത് പറയാനാണ്? ഒരൊറ്റയാൾക്ക് പ്രീ കൂപ്പൺ കൊടുക്കരുതായിരുന്നു. സ്വന്തം പൈസ കയ്യിൽ നിന്ന് 10, 20, 30 ആൾക്കാരെ പൈസ അത് തന്നിട്ട് മാത്രമേ ടിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, എന്താണ് തന്നത്? തന്നു, കൈവിട്ട് പോയി. കൈവിട്ടായതോ ആന കുത്തിയ ഒന്നും തിരിച്ചു പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പൊ ഈ പ്രീ കൂപ്പൺ കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം? എന്താ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം? നിങ്ങൾ കിട്ടുന്ന ഗുണം അത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നും ആ പ്രോഗ്രാമിലേക്ക് അവരെ ഒഫീഷ്യലി ക്ഷണിക്കാനും അതിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അവരോട് പൈസ വാങ്ങിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയല്ലേ? നിങ്ങളുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇലക്ഷൻ അനുസരിച്ച് ഈ പറയുന്ന പൈസ പിരിക്കാൻ വരില്ലോ, ഇലക്ഷൻ ഫണ്ട് പിരിക്കാൻ വരില്ലോ. ആ ഫണ്ട് കയ്യിൽ ഒരു റെസീറ്റ് ഇല്ലാത്തവർ നിങ്ങൾ പൈസ കൊടുക്കുമോ? ഇത് പുട്ടങ്കൽ അടിച്ചു വിചാരിക്കില്ലേ? അപ്പൊ റെസീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് എഴുതി കൊടുക്കും, അതൊരു രേഖയാണ്. അതേപോലെ നിങ്ങൾക്ക് ഒരു രേഖപരമായി ഈ പറയുന്ന അനീഷ് ബാബു സാറിന്റെ ഫോട്ടോ അതിനകത്തില്ലേ, ബെന്നി സാറിന്റെ ഫോട്ടോ ഇല്ലേ, ഇത്തരത്തിലുള്ള ലീഡർമാരെ ഫോട്ടോ അതിനകത്തില്ലേ? ഇവരാരാണ് എന്താണ് എന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒരാളെ ഒരു പ്രോഗ്രാമിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റൂലേ? നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നിങ്ങളേക്കും ആ പൈസ പിരിക്കാനും ആളെ പങ്കെടുപ്പിക്കാനും ഏറ്റവും എളുപ്പമുള്ള ഒരു മാഗ്നറ്റിക് പവർ ഉള്ള ഒരു സ്ട്രിപ്പ് അല്ലേ ഈ പറയുന്ന പ്രീ കൂപ്പൺ എന്ന് പറയുന്നത്? അവരങ്ങനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ ഇല്ലേ? ക്ലിയർ ആയോ? അങ്ങനെയുള്ള പണി നിങ്ങൾ സത്യത്തിൽ ചെയ്തിരുന്നെങ്കിൽ, അതൊക്കെ ആൾക്കാർ കൊടുത്തിട്ട് ആ ടിക്കറ്റിന്റെ പേയ്മെന്റ് വാങ്ങിയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആവില്ലേ? അപ്പൊ ലീഡർഷിപ്പ് ഈസ് ആൻ ആക്ഷൻ നോട്ട് എ പൊസിഷൻ എന്ന് പറയുന്ന സാധനം മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളൊക്കെ ലീഡർഷിപ്പ് നിങ്ങൾ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുക.
അതൊന്നും വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന പ്രീ കൂപ്പൺ വെച്ച് എൻകേഷ് ചെയ്യാൻ നിങ്ങൾക്ക് 1 വീക്ക് മതിയായിരിക്കും. 1 വീക്ക്, ഒരാഴ്ച മതി. അതുകൂടാതെ നിങ്ങളൊക്കെ ഏരിയ വൈസ് ഈ പറയുന്ന മറ്റേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിങ്ങുകളും ടീം മീറ്റിങ്ങുകളും എല്ലാം സംഘടിപ്പിച്ച് ഇതിനൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ? അപ്പൊ ഇത് കേട്ട ആൾക്കാർ അവിടെ നിന്ന് തിരിച്ചു പോകുകയല്ലാണ്ട് അതിന് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റം വരും. അപ്പൊ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഈ പറയുന്ന ജാതകം വെച്ചിട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടിരിക്കും. അതുകൊണ്ട് ഈ പ്രീ കൂപ്പൺ വെച്ച് എൻഗേജ് ചെയ്യുക. നിങ്ങൾ നിർബന്ധമായിട്ടും നേരത്തെ കൊടുത്താൽ മാത്രം ടിക്കറ്റ് കിട്ടുന്ന അതിൽ നിന്ന് നിങ്ങൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് ചില പൈസകൾ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ആ ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞു മാറുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ പ്രീ കൂപ്പൺ വെച്ച് പേയ്മെന്റ് കൊടുത്ത് ഇന്ന് തന്നെ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം നിങ്ങൾ നടത്തുക. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയും, നിങ്ങളൊക്കെ കഴിവിനാ ഏറ്റവും കൂടുതൽ മോശമായി ചിത്രീകരിക്കുന്ന ആൾക്കാർ നിങ്ങളായിരിക്കും. ഹലോ, അപ്പൊ നിങ്ങളോട് സാറ് ഉഷാറാക്കണം. അയ്യോ, എന്നെ കൊണ്ട് പറ്റുമോ സാറേ? ഞാൻ സാധാ വീട്ടമ്മയല്ലേ, ഞാൻ സാധാ ഒരു മനുഷ്യരല്ലേ, എന്റെ കാർഡ് BPL കാർഡല്ലേ, ഞാൻ കറുത്തിട്ടല്ലേ, ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവളല്ലേ, വിദ്യാഭ്യാസം അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് കുട്ടി വായിക്കാൻ അറിയാത്ത ആൾക്കാരല്ലേ, മാർക്കറ്റിംഗ് സാധനം വിൽക്കാൻ അറിയാത്ത ആൾക്കാരല്ലേ. നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മോശമാക്കി ചിത്രീകരിക്കാൻ നിങ്ങളായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം കഴിവിനെയും സ്വന്തം മുഖത്തിനെയും സ്വന്തം പ്രവൃത്തിനെയും സ്വന്തം വാക്കിനെയും സ്വന്തം ശരീരത്തിനെയും സ്വന്തം മനസ്സിനെയും വഞ്ചിക്കുന്ന ഏതെങ്കിലും ഒരാൾ ജീവിതത്തിൽ രക്ഷപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറ. ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഒരു ഫോട്ടോ എനിക്ക് എടുക്കണം. നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ മഹാൻ. മനസ്സിലായോ? അതിന് പകരം ഞാൻ കഴിവുള്ളവളാണ്, എനിക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമുള്ള, കോൺഫിഡൻസ് ഉള്ള, ഞാനൊരു പുലിയാണ് എന്ന് പറയുന്ന ആൾക്കാരെ കാണോ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുക? തളർന്നിരിക്കുന്ന മനസ്സിലുള്ള ആളുകളെയാണോ? തളർന്നിരിക്കുന്ന ശരീരം, തളർന്നിരിക്കുന്ന മനസ്സ്, തളർന്നിരിക്കുന്ന വാക്കുകള്, ജീവിതത്തിനകത്ത് ഒരു ഉദ്ദേശമില്ലാത്ത ആൾക്കാരുടെ കൂടെയാണോ ആൾക്കാർ നിൽക്കുക? അതല്ലെങ്കിൽ പ്രസരിപ്പുള്ള, ഊർജമുള്ള, ജീവിതത്തിൽ പലതും നേടണം എന്ന് ചിന്തിക്കുന്ന, നീ എന്റെ കൂടെ നിൽക്കുക, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാന്ന് പറയുന്ന ആൾക്കാരുടെ കൂടെയാണോ ആളുകൾ നിൽക്കുക? അപ്പൊ നിങ്ങളെ കോൺഫിഡൻസ് വേണ്ടേ? നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് എവിടുന്നാ കിട്ടുക? കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെടുമ്പോഴും ചില അച്ചീവ്മെന്റ് നേടുമ്പോഴല്ലേ. അതുകൊണ്ട് ഉറപ്പിച്ച് ഞാൻ പറയാം, ഡൊമിനേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, നിങ്ങൾ ഇന്നൊരു പൂച്ച ആയിക്കോട്ടെ തിരിച്ച് ഒരു സിംഹമായി തിരിച്ചു തരുന്ന പ്രോഗ്രാമിന്റെ പേരാണ് ഡൊമിനേറ്റ് പ്രോഗ്രാം. ആ കണ്ണാടിയിൽ ആ പൂച്ച നോക്കുന്ന സമയത്ത് ആ പൂച്ചയ്ക്ക് പോലും ഒരു ആത്മാഭിമാനം വരുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ മാറും. അത് മാറണമെങ്കിൽ ആ പ്രോഗ്രാമിൽ വെറുതെ പോയി 350 രൂപയുടെ ടിക്കറ്റ് എടുത്ത് പോയി ഇരുന്നാൽ പോരാ. ആ പറയുന്ന പ്രോഗ്രാമിൽ പോകണം. ആ പ്രോഗ്രാമിൽ മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കണം. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും അവസരങ്ങൾക്കും അനുസരിച്ച് സ്റ്റേജിന്റെ മുകളിൽ കയറി ആ സർട്ടിഫിക്കറ്റും മൊമെന്റവും റെക്കഗ്നൈസേഷൻ വാങ്ങിയാൽ മാത്രമേ ഈ പൂച്ച പുലിയാവൂ. അല്ലാണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കയറി ഇരുന്നാൽ ഇതൊന്നും ആവൂല. ക്ലിയർ ആയോ? അതുകൊണ്ട് ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക. എന്റെ ലൈഫിൽ മാറ്റാൻ വരുത്താൻ വേണ്ടി പോകുന്ന പല കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് വിശ്വസിക്കുക. ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കണം. ഓക്കെ, നിങ്ങളൊക്കെ മഹാഭാഗ്യമാണ്. എപ്പോഴും ഓടുന്നവനെ ദൈവം തള്ളിത്തരും. വെറുതെ ഇരിക്കുന്നത് നോക്കി ദൈവം പുച്ഛിക്കും, പരിഹസിക്കും. ക്ലിയർ ആയോ? ആ ഓടുന്നവനെ ദൈവം എന്നും കൂടെ ഉണ്ടാവും, ഉറപ്പാണ്, അതിന് സംശയമില്ല. ഇപ്പൊ ജയരാജ സാറൊക്കെ നോക്ക്. ജയരാജ സാറ് പിന്നെ RRR എന്ന പ്രോഗ്രാം വന്നു. അദ്ദേഹം ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? RRR പ്രോഗ്രാം വന്നു. അത് അയാളെ സംബന്ധിച്ച് ദൈവാധീനായി. നന്നായിട്ട് ആൾക്കാരെ കയറ്റി, അതിലുള്ള ആൾക്കാരൊക്കെ അത് ക്ലോസ് ചെയ്ത് ടൂർ വിന്നറമാക്കി. അതിന്റെ ഭാഗമായി എന്ത് MI എന്ന പ്രോഗ്രാമിലേക്ക് വന്നു. MI പ്രോഗ്രാമിന് നന്നായിട്ട് ഉപയോഗിച്ചു. ഇപ്പൊ മൂപ്പരെടുത്തി ഇപ്പൊ തായ്ലൻഡിൽ പോവുകയാണ്. കണ്ടോ? പാസ്പോർട്ട് എടുത്ത് അറബിക്ക് വേണ്ടി പണിയെടുത്ത് പോകുന്ന ആൾക്കാരുണ്ടാവും. അവിടെ സാഹിബിന്റെ കൂടെ കളിക്കാൻ പോകുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഈ പറയുന്ന കോടീശ്വരന്മാർ മാത്രം ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു മാറ്റം ഒരു കോക്കല്ലൂരുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇതല്ലേ ദൈവാധീനം? ആ ദൈവാധീനം എന്ന് പറയുന്നതാണോ ശരിക്കും ശരി? അതല്ലെങ്കിൽ അയാളെ കഠിനാധ്വാനത്തിന്റെ ഫലം കിട്ടി എന്ന് പറയുന്നതാണോ ശരി? ഞാൻ പറയാം കഠിനാധ്വാനത്തിന്റെ ഫലം കിട്ടി. അയാൾക്ക് ദൈവാധീനം അയാൾക്ക് കിട്ടിയത് അയാളെ കഠിനാധ്വാനം കൊണ്ടാണ്. വീട്ടിലിരുന്നാൽ കിട്ടിയായിരുന്നു. ക്ലിയർ ആയോ? ഇതേമാതിരി റസീഖ് സാറൊക്കെ നോക്കൂ, ഒരു ശക്തമായ രീതിയിൽ ഉണർന്നു പ്രവർത്തിച്ചു. റസീഖ് സാറിന്റെ ഭാര്യയെ ഇപ്പോ താലന്റിലേക്ക് അച്ചീവറായിട്ട് മാറി. ഇത് ജൂൺ ജൂലൈ മാസത്തിലാണ് പോയിരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതേപോലെ ചില സാഹചര്യങ്ങളെ വരുമ്പോ അതിനെ പിടിച്ച് മുതലാക്കണം. നോക്കൂ, 153ാമത്തെ മാസം കഴിഞ്ഞു, ID കംപ്രഷൻ ഒക്കെ കഴിഞ്ഞു. ഇതാ ഒന്ന് ഫ്രഷ് ആയി ബിസിനസ്സിനെ ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ കമ്പനി വീണ്ടും കൊണ്ടുവന്നു ഫ്രീ പ്രോഡക്റ്റ് ഓഫർ പർച്ചേസ്, FPOP. 10,000 രൂപയ്ക്ക് 750 രൂപയും 15,000 രൂപയ്ക്ക് 1000 രൂപയുടെ അഡീഷണൽ പ്രൊഡക്റ്റ്. ഇത് പിടിക്കണം. ഇത് പിടിച്ചിട്ട് ഡൊമിനേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് തകർക്കണം.
അതുകൊണ്ട് മാക്സിമം FPOP വിന്നർമാർ ഉണ്ടാക്കണം. ഒരു വിട്ടുവീഴ്ച ചെയ്യരുത്. നിങ്ങളുടെ ബ്രാഞ്ച് ഫണ്ടിലും ബ്രാഞ്ച് ടൂറുള്ള ആളുകളെ എവരിവൺ എല്ലാ ആളുകളെയും ഒരാൾ പോലും വിട്ടുപോകാത്ത സ്റ്റേജിന്റെ മുകളിൽ അവരെ കയറ്റിയിരിക്കണം. അതിനുള്ള ഗ്രിപ്പാണ്. ഇതൊരു മാസ്മരിക ഗ്രിപ്പാണ്. ഇതൊക്കെ എപ്പൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പൊക്കെ വെച്ചടി ബിസിനസ് കയറിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാമ്പം കൂടി കളിക്കുന്ന വരെയാണ്. 6 എന്ന് പറയുന്ന കട്ട വീഴുന്ന സമയത്ത് 1, 2, 3, 4, 5, 6. അപ്പൊ ഒരു കളിയും കൂടി അഡീഷൻ കിട്ടും. ആ കളി വീണ്ടും കളിച്ച് നോക്കുമ്പോൾ 2 കിട്ടി. അപ്പൊ 6ന്റെ മുകളിൽ നിന്ന് 8ലേക്ക് നീക്കുമ്പോ 8ന്റെ മുകളിൽ നിന്ന് ഒറ്റ കോണി, ആ കോണി നേരെ പോകുന്ന 72ലേക്കാണ്. ക്ലിയർ ആയോ? എന്ന് പറയുന്ന പോലെ ഉറപ്പിച്ച് പറയാ, ഈ FPOP പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ കോണി കിട്ടും. അവര് കേറും, റാങ്ക് അടിക്കും, പെർഫോമൻസ് അടിക്കും, ടീം സെറ്റ് ആവും, ഡൊമിനേറ്റ് പ്രോഗ്രാമിലൂടെ അവര് വലിയ അച്ചീവർ ആവും. അത് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. അതിനെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, പോസിറ്റീവ് ചിന്തിച്ചാൽ പോസിറ്റീവ് ഫലം, നെഗറ്റീവ് ചിന്തിച്ചാൽ നെഗറ്റീവ് ഫലം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായാൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. മനസ്സിലാവാത്തവന്ന് ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ ദൈവപുത്രനല്ല, ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ലീഡർ മാത്രമാണ്. ക്ലിയർ ആയോ? അതുകൊണ്ട് ആ പറയുന്ന കാര്യത്തിന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണമുണ്ട്. എ നെഗറ്റീവ് മൈൻഡ് വിൽ നെവർ ഗീവ് എ പോസിറ്റീവ് ലൈഫ്. അതായത് നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തിക്കുന്നതിന്റെ മനസ്സിൽ ഒരു പോസിറ്റീവായ ജീവിതം ഉണ്ടാവില്ല. കണ്ണീരും കഷ്ടപ്പാടും മാറൂല. ക്ലിയർ ആയോ? അത് നിങ്ങളുടെ അധ്വാനത്തിന്റെയോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ള കാര്യത്തിന്റെയോ അല്ല, നിങ്ങളുടെ മനോഭാവത്തിന്റെ മാത്രം കുഴപ്പമാണ്. മനസ്സുണ്ടെങ്കിൽ ബിസിനസ് ഉണ്ട്, മനസ്സില്ലെങ്കിൽ ബിസിനസ് ഇല്ല. പോസിറ്റീവ് ആണെങ്കിൽ ബിസിനസ് വളരും, നെഗറ്റീവ് ആണെങ്കിൽ ബിസിനസ് തളരും. അതുകൊണ്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടൊന്നും ആരും വീട്ടിലേക്ക് ചോദിച്ചു വാങ്ങാറില്ല. അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കഷ്ടപ്പാടുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് അതിന് എന്തൊക്കെയാണ് സാറ് പറഞ്ഞത്, അത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കി ആ രീതിയിൽ കാണുക. ക്ലിയർ ആയോ? അപ്പൊ അത്തരത്തിൽ ചെയ്താൽ ഗുണം കിട്ടും. ബൂസ്റ്റ് യുവർ സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് എത്രമാത്രം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾ ഈ ബിസിനസ്സിൽ ഇടിച്ചിടിച്ച് കയറും. ക്ലിയർ ആയോ? ഈ ബിസിനസ് കഷ്ടപ്പാടുള്ള ബിസിനസ് ഒന്നല്ല, എളുപ്പമുള്ള ബിസിനസ്സാണ്. പക്ഷെ ഈ ആത്മവിശ്വാസം ഉള്ള ആളുകൾക്ക് ഈ എളുപ്പമാണ്, ആത്മവിശ്വാസം തകർന്ന ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. ഇത് ശബരിമല കയറാൻ പോകുന്ന വരിയാണ്. കല്ലും മുള്ളും കാനനപ്പാതി ഒക്കെ അവിടെ ഉണ്ടാവും, എല്ലാം മസിൽ കയറും, എല്ലാം ഉണ്ടാവും, കാലിലടി പെരുക്കും ഒക്കെ ഉണ്ടാവും. പക്ഷെ അയ്യപ്പനെ കണ്ടു പോകുന്ന ആളുകൾക്ക് ഇതൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. ക്ലിയർ ആയോ? അതേമാതിരി ആത്മവിശ്വാസം ആളുകൾക്ക് ഈ ബിസിനസ്സിൽ എളുപ്പം വിജയിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു എളുപ്പ വഴിയാണ് ഡൊമിനേറ്റ് പ്രോഗ്രാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സക്സസിന്റെ പിന്നിൽ, ഇത്രയും കാര്യങ്ങൾ വലിയ അച്ചീവ്മെന്റിന്റെ പിന്നിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വലിയ റാങ്ക് വർദ്ധിപ്പിക്കാൻ, വരുമാനം വർദ്ധിപ്പിക്കാൻ, ടീമിനെ സെറ്റ് ആക്കാൻ ആവശ്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ശബരിമലയിൽ അയ്യപ്പനെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ഹജ്ജിന് പോകുന്ന ആളുകളാണെങ്കിൽ ആ പറയുന്ന ഹജ്ജ് കർമ്മത്തിന്റെ അതിന്റെ മൂല്യത്തെ ഉദ്ദേശിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ആ കഷ്ടപ്പാട് ഉണ്ടാവില്ല. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് ഡൊമിനേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് മാത്രം മുന്നിൽ കാണുക, അതിന്റെ വളർച്ച മുന്നിൽ കാണുക, അതിലെ നേട്ടം നിങ്ങൾ മുന്നിൽ കാണുക, കഠിനാധ്വാനം ചെയ്യുക, ഇതേപോലെ മാക്സിമം ആളുകളെ ടീമിനകത്ത് പങ്കെടുപ്പിക്കുക. യു വിൽ ബിക്കം എ ഗ്രേറ്റ് അച്ചീവർ. ഓക്കെ, അപ്പൊ എനിവേ ഇന്നത്തെ മോർണിംഗ് മീറ്റിൽ എന്നെ ക്ഷണിച്ച അനിൽകുമാർ സാറിനും ടീമുകൾക്കും മികച്ച നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്നും നിങ്ങൾ എല്ലാവരെയും സർട്ടിഫിക്കറ്റോ മൊമെന്റോ നൽകി ആദരിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു അവസരം എനിക്കും ലഭിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.